ആശുപത്രി കിടക്കയിൽ യാന്ത്രിക സഹായത്തോടെ ശ്വസിക്കുമ്പോൾ പോലും ഫാദർ മെർലോൺ മ്യൂസിയോ തന്റെ അനുദിന ദിവ്യബലിക്ക് മുടക്കം വരുത്താറില്ല. ICU മുറിയിലെ ഉപകരണങ്ങളുടെ ഇടതടവില്ലാത്ത ശബ്ദങ്ങൾ പോലും പ്രാർത്ഥനകളായി മാറുന്ന നിമിഷങ്ങൾ. സുവിശേഷ പ്രവർത്തനത്തിന് പേരുകേട്ട ബ്രസീലിയൻ കത്തോലിക്ക പുരോഹിതനാണ് ഫാദർ മെർലോൺ മ്യൂസിയോ. അപൂർവ ന്യൂറോളജിക്കൽ രോഗമായ റൈബോഫ്ലേവിൻ ട്രാൻസ്പോർട്ടർ ഡെഫിഷ്യൻസി ന്യൂറോണോപ്പതിയുടെ സങ്കീർണതകൾ കാരണം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇന്ന് അദ്ദേഹം. മാസങ്ങളായി ആശുപത്രിയിൽ കഴിയുന്ന വൈദികന് ശ്വാസോച്ഛ്വാസം എളുപ്പമാക്കാൻ മെക്കാനിക്കൽ വെന്റിലേഷൻ ആവശ്യമാണ്. എന്നിരുന്നാലും ആശുപത്രി കിടക്കയിൽ മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധിപ്പിച്ചു കിടക്കുമ്പോഴും അനുദിന ദിവ്യബലി അർപ്പണത്തിനോ ഇടമുറിയാത്ത പ്രാർത്ഥനകൾക്കോ ആ വൈദികൻ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. രോഗാവസ്ഥയിൽ പുരോഹിതന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന സഹോദരൻ പൗലോ ഗുസ്താവോ അദ്ദേഹത്തിന്റെ അവസ്ഥയെയും ആത്മീയ ദിനചര്യയും പരസ്യമായി പങ്കുവച്ചിട്ടുണ്ട്. ICU മിഷനുകളുടെ നിരന്തരമായ ബീപ് ശബ്ദം തന്റെ സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങളായി മാറിയെന്ന് പൗലോ ഗുസ്താവോ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വിശദീകരിച്ചു. ആ ശബ്ദങ്ങൾ കത്തീഡ്രൽ മണികളെ ഓർമ്മിപ്പിച്ചതായും യേശുവിനോടും പരിശുദ്ധ കന്യകാമറിയത്തോടുമുള്ള പ്രാർത്ഥനകളും കരഘോഷങ്ങളും ദിവസം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അനുഭവം സമ്മാനിച്ചതായും ഫാദർ മെർലോൺ പറഞ്ഞതായി ഉദ്ധരിച്ചു. ഇന്നും ആ പുരോഹിതൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുകയും തനിക്കായി പ്രാർത്ഥനകൾ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ആശുപത്രി കിടക്കയിൽ ക്രിസ്തുവിന്റെ നല്ല ഓട്ടക്കാരനായി സാക്ഷ്യം നൽകുന്നു.